ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ള സ്റ്റെപ്സുകൾ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ആൻഡ് ചോയ്സ് ഫില്ലിംഗ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ജെഇമെയിലിൻ്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സെക്യൂരിറ്റി പിന്നും അടിച്ചു കൊടുക്കുക. ഇത് വൺസ് അടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP കൂടി അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറാൻ പറ്റും. വൺസ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം ബാക്കി ഫില്ല് ചെയ്യാണത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര അവൈലബിൾ ചോയ്സസും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 16ഓളം ചോയ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്, NITs എത്ര ഉണ്ട്, SPAs എത്ര ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ സെർച്ച് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതും താല്പര്യമുള്ളതുമായ കോളേജുകളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വേണം ഇരിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലുള്ള കോളേജസ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആ സൈഡിൽ കാണുന്ന അവൈലബിൾ ഓപ്ഷൻസ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഓപ്ഷനായിട്ട് ഇവിടെ വരും. എക്സാമ്പിൾ ഞാനിപ്പോൾ ആദ്യം NIT കാലിക്കട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ NIT കാലിക്കട്ടാണ് ഇവിടെ ഫസ്റ്റത്തെ ഒരു ഓപ്ഷനായിട്ട് ഇവിടെ വന്ന് കിടക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിലേക്ക് ഞാനിപ്പോൾ SPA ഡൽഹി, SPA ഭോപ്പാൽ, SPA വിജയവാഡ, അങ്ങനെ എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ട്, എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഓരോ കോളേജസ് ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. ഇത് ആ സ്റ്റുഡൻറ്റിൻ്റെ പ്രിഫറൻസ് മാത്രമാണ്. നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. ലൈക്ക് NITയുടെ ഫീസ് ആയിരിക്കില്ല, SPAയുടെ ഫീസ്, ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും പല കുട്ടികളും ഇത് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്യാവുന്നതാണ്. വൺസ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഓപ്ഷൻ നിങ്ങൾ കൊടുത്തു, ഇനി എത്ര ഓപ്ഷൻ കൊടുക്കാത്തത് ഭാവിയിലേക്ക് ആവശ്യമുള്ളതുണ്ടെന്ന് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് വെക്കാം. പക്ഷെ പ്രിന്റിങ് ഓൺലി ആഫ്റ്റർ ലോക്കിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരിക. ഇതാണ് എനിക്ക് ഓപ്ഷൻ ഫില്ലിങ് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് ക്വിക്കായിട്ട് പറയുന്ന വീഡിയോ ആണിത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വൺസ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ടോട്ടൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവും. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോളേജസ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ വെക്കുക. ഓക്കെ, താങ്ക് യു.